നമ്മളിൽ മെജോറിറ്റി ആൾക്കാരും പെട്ടെന്നൊരു പെയിനോ എമർജൻസിയോ വരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. കാരണം എന്താ, അവർ നമ്മളെ പെട്ടെന്ന് നോക്കും, അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചല്ലേ പോകുന്നത്. ഞാൻ ഇന്ന് ഈ ഞൊണ്ടിപ്പോകുന്ന ചേട്ടനെയും കൊണ്ട് ഭരണിക്കാവിൽ അത്യാവശ്യം ഫേമസ് ആയ എലിസ്റ്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോയി. അവിടെ സെൻറ്ററിൽ തന്നെയാണ്. ശരിക്കും ഇത് അവിടുത്തെ വിഷ്വൽസ് അല്ല കേട്ടോ, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് അവിടുത്തെ വിഷ്വൽസ് എടുത്തില്ല. പിന്നെ ഞാൻ ആലോചിച്ച് എന്തിനാ പറയാതിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ക്യാഷ് ഒക്കെ പേ ചെയ്ത്, അപ്പോൾ അവർ പറഞ്ഞു മൂന്നാമത്തെ റൂമിലാണ് ഡോക്ടറെന്ന്. അപ്പം നമ്മൾ മൂന്നാമത്തെ റൂമിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറില്ല, അവിടെ അടച്ചിട്ടേക്കാം, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ അപ്പം തന്നെ റിസപ്ഷനിൽ ചെന്ന് ഇത് ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് നമ്മളവിടെ ഇരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ആൾ വന്നു. അതേസമയം അവിടെ കുറേ പേഷ്യൻസും വന്നു. അപ്പോൾ ഇവർ ചെന്ന് ചോദിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളും ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുക. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല. നമ്മൾ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചപ്പോഴോ ഡോക്ടർ ശരിക്കും ഇവിടെയല്ല ഇരിക്കുന്നത്, ഒന്നാമത്തെ റൂമിലാണ്. പക്ഷേ ഇത്രയും നേരമായിട്ടും 3/4 മണിക്കൂറായിട്ടും നമ്മളോട് അവർ ഇൻഫോം ചെയ്തിട്ട് ഒന്നുമില്ല. നമ്മൾ ആ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നത്. എന്നാൽ നമ്മുടെ കൂടെ ഇരുന്ന പേഷ്യൻസിനെ ഇവർ അവിടോട്ട് പറഞ്ഞു വിടുകയും ചെയ്ത്. നമ്മൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ റീഫണ്ടും വാങ്ങിയിട്ട് തിരിച്ചറിയും. കാരണം ചേട്ടൻ അത്രയും പെയിനിൽ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് 2 മിനിറ്റിനുള്ളിൽ അവർ നമ്മളെ നോക്കി മരുന്ന് തന്ന് ഇഞ്ചക്ഷൻ. എനിക്ക് ആദ്യമേ ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അവിടെ ഡോക്ടർ കാണും, പെട്ടെന്ന് നോക്കുമെന്ന് വിചാരിച്ച് പോയാൽ.